ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഒരു പാർട്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ പാർട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആൻജി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിലുള്ള എല്ലാവരും ഞങ്ങൾ ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇന്നലെയാണ് ആളുടെ പിറന്നാളായിരുന്നു. ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വൈകിട്ടാണ് ഞങ്ങളത് അറിഞ്ഞത്. അപ്പോൾ തന്നെ ഞങ്ങൾ പോയി സാധനങ്ങളും കേക്കും അതുപോലെ തന്നെ ഫുഡിന് വേണ്ട ഐറ്റംസുകളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് രാത്രിയാണ് ഈ ഒരു ചെറിയൊരു പാർട്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്തത്. അതേപോലെ ഇത് ആളുടെ ട്രീറ്റ് തന്നെയായിരുന്നു കേട്ടോ. ആൾ ഞങ്ങൾക്ക് തന്നൊരു ട്രീറ്റ് ആയിരുന്നു ഇത്. നിലത്തുകളല്ലേ ഞാൻ കൂടെ കഴിക്കാം. ടിക്ടോക്ക് എടുക്കില്ല കേട്ടോ. ടിക്ടോക്ക് ആള് ടിക്ടോക്ക് സ്റ്റാറാണ്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു എൻജോയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ പൊറോട്ട, ഈ സമൂസ, അതുപോലെ തന്നെ ഈ സ്നാക്സ്, അതുപോലെ മട്ടൺ, ഈ ഐറ്റംസുകളാണ് ഞങ്ങൾ ഫുഡിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ പൊറോട്ട നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതേപോലെ മട്ടൺ ഫ്രഷ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇതിവിടെ ഉണ്ടാക്കി. അതും ഉണ്ടാക്കിയത് ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, പിറന്നാളുള്ള ആൾ തന്നെയാണ് ഉണ്ടാക്കി. കാരണം ആളാണ് ഇപ്പോൾ ഇവിടുത്തെ കുക്ക്. അപ്പോൾ ആളാണ് ഇതൊക്കെയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പൊറോട്ട ഒഴിച്ച് ബാക്കി എല്ലാതും ഉണ്ടാക്കിയിട്ടുള്ളത് ആളാണ്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കുറച്ച് ഇതുകളുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ സന്തോഷ് ഭായിയുടെ ഒക്കെ പാട്ട്. സന്തോഷ് ഭായ് ഒരു പാട്ട്, ഹിന്ദി പാട്ട് പാട്. കൈയടിച്ചോളട്ടെ. പിന്നെ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് രാജുവിന്റെ പാട്ട് കേട്ടാ. കൈയടിച്ചോ പതുക്കെ. ഇനി അടുത്തത് നെക്സ്റ്റ് രാജുവിന്റെ വക ഒരു സോങ്. പാടാ. പാട്ടില്ല. ప్రేమ ప్రేమ వచ్చావా ప్రేమ పేరుంటానే అయ్యో రామ ప్రేమ వచ్చావే ప్రేమ అనుకున్నాను అయ్యో రామ. ഇനിയിപ്പോ ഫുഡ് കഴിക്കുക. അണ്ണന്റെ വക ഫസ്റ്റ്. ഇനിയിപ്പോ ഫുഡ് കഴിക്കട്ടെ എല്ലാവരും. എല്ലാവരും ഫുഡ് കഴിക്കുക, സന്തോഷാവാ. അഡിയോസ് അമീഗോ. അഡിയോസ് അമീഗോ. പ്രശ്നല്ലേ ഇങ്ങനെ പൈസ बैठने के बहुत मुश्किल है. കിട്ടണ്ട എല്ലാവരും കിട്ടില്ലേ? बेटा सीधा बेटा എനിക്ക് പറ്റില്ല. ഓക്കെ
അഞ്ച് അച്ഛേ പൊറോട്ട അന്നത്തേക്കാൾ കുറച്ചുകൂടി നന്നായിട്ടല്ലേ? പൊറോട്ട ഞങ്ങള് കുറച്ച് നേരം വാങ്ങിച്ചു വെച്ചിട്ടാ. കാരണം പൊറോട്ട കുറച്ചൊന്ന് ടൈറ്റായി. കുറച്ച് നേരം ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 3 മണിക്ക് പോയി വാങ്ങിച്ചതായി. ഇവിടെ ഏകദേശം ഒരു 7:30 ഈ സമയം. അപ്പം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി മൊബൈലിൽ പാട്ട് വെച്ച് ചെറുതായിട്ട് ഡാൻസ് കളിക്കാനുള്ളൊരു പരിപാടിയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അഞ്ച് ഞങ്ങളുടെ ഫുഡ് അടിക്കും കഴിഞ്ഞു. ഇനി കുറച്ച് മൊബൈലിലേക്ക് പാട്ട് വെച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് ഡാൻസിങ് കളിച്ച് പിന്നെ എല്ലാവരും പോയി കിടക്കാൻ പോവാണ് നാളെ. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രവാസികളുടെ ചെറിയ ചെറിയ എൻജോയ്മെൻറ്റ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കിട്ടുന്ന മൊമെൻ്റൊന്നും നമുക്കിനി ഇതേപോലൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്കിതിനി ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ കാണുമ്പോഴായിരിക്കും നമുക്ക് ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുക. ശരിക്കൊരു എന്താ പറയുക, അത്രയും നല്ലൊരു മെമ്മറി ആയിരിക്കും ഇതൊക്കെ. രാജു സൂപ്പർടാ മച്ചാ.